ഹായ് വെൽക്കം ടു സാറ്റർഡേ വ്ളോഗ് ആയതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ സാറ്റർഡേ ഫുഡാണ് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ ഇന്ന് പ്രസൻറ്റ് ചെയ്യുന്നത്. ഇന്ന് ഇക്കാക്ക് ഡ്യൂട്ടിയില്ല, ഇച്ചൂസിന് സ്കൂളിൽ പോകേണ്ട. എന്തുകൊണ്ട് എനിക്ക് സന്തോഷമുള്ള ദിനങ്ങളാണ് കേട്ടോ ഇതുപോലുള്ള അവധി ദിവസങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ രാവിലെ ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് കപ്പയും ബീഫ് കറിയും ഇന്നത്തെ സ്പെഷ്യൽ ഫുഡാക്കണമെന്നാണ്. അപ്പോൾ രാവിലെ ഇക്കായും മോനും കൂടി പോയി കപ്പയും ബീഫും എല്ലാം മേടിച്ചുകൊണ്ട് വന്നു. കഴുകി വൃത്തിയാക്കി പാത്രത്തിലോട്ട് മാറ്റുകയും ചെയ്ത് അടുപ്പത്തോട്ട് വെച്ചു. അതിനുശേഷം ഞാൻ ബീഫ് കഴിക്കത്തില്ല കേട്ടോ, അതുകൊണ്ടാണ് നെത്തോലി ഫ്രൈക്ക് വേണ്ടിയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്താ, ബീഫ് വൃത്തിയാക്കി ഒന്ന് സോക്ക് ചെയ്യാൻ വെച്ചേക്കുവാണ്. അതിനുശേഷം ഞാൻ നെത്തോലി മീൻകറിക്കായിട്ടുള്ള അരപ്പ് മിക്സിയിലടിച്ച് ഒഴിച്ചേക്കുവാണ്. അതിലോട്ട് കുറച്ച് മാങ്ങയൊക്കെ അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. നമുക്ക് പാവം ബീഫൊന്നും കഴിക്കാത്തത് കൊണ്ട് നമ്മൾ പാവം നെത്തോലിയൊക്കെ വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തോളാം. പിന്നെ നെത്തോലിയൊക്കെ അതിലോട്ടിട്ട് ഇനി ഞങ്ങളുടെ മെയിൻ സ്റ്റാറായ ബീഫിന് വേണ്ടിയുള്ള സവോള ഗിരിഗിരിയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാവം ഞാനാണെങ്കിലോ മീൻകറിക്ക് വേണ്ടിയുള്ള തക്കാളി ഗിരിഗിരിയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതെല്ലാം അവിടെ തീ കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ എൻ്റെ കപ്പ എന്തായാലും വെന്ത് തുടങ്ങി രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ വലിയ ഷോയ്ക്ക് മംഗലത്തിൽ വെച്ച ഈ കപ്പ എടുത്ത് ഞാൻ മാറ്റി ഇനി കുക്കറിലോട്ട് മാറ്റണം. ആകെ അടിനാശമായനായിരുന്നു, എന്ത് തൊല്ലയായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മീൻ ഫ്രൈയും തിരിച്ചിടാറായി കേട്ടോ. പിന്നെ സോക്ക് ചെയ്ത് വെച്ച ബീഫ് വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു കുഞ്ഞ് ബീട്രൂട്ട് എടുത്ത് തോരനൊക്കെ വെച്ചായിരുന്നു, എന്തെങ്കിലും തോരൻ വേണമല്ലോ. ബീഫ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ സെപ്പറേറ്റ് ഒരു പാത്രത്തിൽ ബീഫിന് വേണ്ടിയുള്ള ഗ്രേവി ഉണ്ടാക്കുക, ബീഫ് കുക്കറിൽ വേവിച്ചിട്ട് ഇതിലോട്ട് തട്ടുക. ഇതാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടി കുക്കറിലോട്ട് ബീഫ് ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളകും ഒക്കെ ഇട്ട് ഫിസിൽ വരാൻ വേണ്ടി അടച്ചു വെച്ചേക്കുവാണ്. എൻ്റെ കപ്പ ഏകദേശം വെന്തു എന്ന് പറയാൻ പറ്റത്തില്ല, വെന്തു തുടങ്ങി. പിന്നെ ബീഫിൻ്റെ ഗ്രേവി ഇവിടെ നിന്ന് പ്രിപ്പയർ ചെയ്യുകയാണ്. പിന്നെ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ ഇച്ചൂസിൻ്റെ അനക്കമൊന്നും കേട്ടില്ല, അത് വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ അവിടെ ഇരുന്ന് വാട്ടർ പെയിൻറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. വാട്ടർ പെയിൻറ്റ് അടിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ ഒന്ന് സൈഡ് ബിസിനസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. പിന്നെ കൺട്രി കാർഡ്സൊക്കെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് എൻ്റെ കൺട്രി കാർഡ്സ് എല്ലാം ഞാൻ അങ്ങോട്ടേ പോകുന്നില്ലല്ലോ, അതുകൊണ്ട് ഇന്ന് കുറേ കഴിയുമ്പോൾ ഞാൻ ഈ വീഡിയോ കാണിച്ചു തരാം. കൺട്രി കാർഡ്സിൻ്റെ കാര്യത്തിലൊക്കെ ഇന്ന് തീരുമാനമാകും. കാരണം വാട്ടർ കളറാണ് അടുത്തിരിക്കുന്നത്. എല്ലാം ഇന്ന് വാട്ടർ കളറിൻ്റെ മേളമായിരിക്കും. നിങ്ങളിപ്പോൾ നല്ലൊരു എരമ്പല ശബ്ദം കേൾക്കുന്നില്ല, അത് വേറൊന്നുമല്ല കേട്ടോ, പുറത്തിപ്പോൾ നല്ല മഴ പെയ്യുവാണ്, അതിൻ്റെ ശബ്ദമാണ് നിങ്ങൾ കേൾക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ വോയിസിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് അതൊന്ന് പറയാൻ വേണമെങ്കിൽ. എന്തായാലും നമുക്ക് ബീഫിന് ഗ്രേവിക്ക് വേണ്ടിയുള്ള മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അലങ്കാരികമായി നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ സ്ഥിരം ചേർക്കുന്ന എല്ലാ സംഭവങ്ങളും ചേർത്തു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ അപ്പത്തിനുള്ള മാവൊക്കെ ആട്ടിയെടുത്തായിരുന്നു കേട്ടോ, അല്ലെങ്കിൽ എനിക്ക് പാടാം. രാത്രി ഇവിടെ അപ്പമാണ്. അതിൻ്റെ ഇടയിൽ എന്താ, വേവിച്ച് വെച്ച ബീഫ് നമ്മുടെ പാത്രത്തിലോട്ട് തട്ടിക്കൊടുത്തു. പക്ഷേ ഇത് ഒന്ന് ഡ്രൈ ആയിപ്പോയി. അപ്പോൾ നമുക്ക് ഇത്രയും ഡ്രൈ വേണ്ട, കുറച്ച് ഗ്രേവി രൂപത്തിലാണ് ഞങ്ങൾ വേണ്ടത്. അതുകൊണ്ട് കുറച്ച് ചൂടുവെള്ളവും കൂടിയൊക്കെ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചു കൊടുത്ത് ഗ്രേവി ആക്കുകയാണ് കേട്ടോ. ഇനി അലങ്കരിക്കാനൊന്നുമില്ല, അലങ്കാരം എന്താണ്, 2 കരിവേപ്പില എടുത്ത് ക്രോസ് ചെയ്തങ്ങ് വെച്ച് കൊടുത്തു. ഇത് തന്നെയാണ് ഞങ്ങളുടെ അലങ്കാരം എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് വല്ല അലങ്കാര പണികളോ കുത്തുവർക്കുകളോ ഒന്നും അറിയത്തില്ല. ഇനി അവിടെ ഇരുന്ന് അത് കുറച്ച് നേരം ഇരുന്ന് വേവട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് വരാം. ഇതിൻ്റെ ഇടയിൽ പോയൊരു തുമ്പൽ വെട്ടി കൊണ്ടുവന്നു. പിന്നെ അതിലോട്ട് ചൂട് ചോറിടുവാണ്. ചൂട് ചോറിട്ടിട്ട് അപ്പോൾ ഇക്കാക്കും ഇച്ചൂസിനും കൂടിയാണ് കേട്ടോ ഞാൻ ഈ ഇല വെട്ടിയത്. പക്ഷേ ഇവിടെ ഇച്ചൂസ് അടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, അവന് മുഴുവനായിട്ടൊന്ന് വേണം. അതൊന്നും നടക്കുന്ന കാര്യമല്ല. എന്തായാലും അത് പോട്ടെ. അങ്ങനെ നമ്മുടെ മെയിൻ താരമായ ബീഫിനെ ഒഴിച്ച് കപ്പയുടെ മേളിലോട്ട് കുറച്ച് ബീഫ് ഒഴിച്ചു, കുറച്ച് ബീട്രൂട്ട് ഇട്ട്. ഇച്ചൂസ് ആദ്യം കഴിക്കാനും ഇരിപ്പുമായി. കാരണം ഇത് സ്വന്തമാക്കണമെന്നുള്ള അത്യാഗ്രഹമാണ് അവൻ്റെ മനസ്സിലുള്ളത് മുഴുവൻ. അപ്പോൾ അത് നടക്കില്ലല്ലോ. അവസാനം ഈ ഒരു യുദ്ധമൊക്കെ കഴിഞ്ഞ് ഇക്കായും മോനും കൂടെ ഇരുന്ന് കഴിക്കുവാണ്. അപ്പോൾ എന്തായാലും ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ച് വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഞങ്ങളുടെ ലഞ്ച് വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടോ? പിന്നെ എന്താ, അവരിതാ തകൃതിയായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി എൻ്റെ ഫുഡ് നിങ്ങൾക്ക് കണ്ടേ, അങ്ങനെ നിങ്ങൾ ഇവരുടെ മാത്രം കണ്ടിട്ട് എഴുന്നേറ്റ് പോകുന്നത് ശരിയല്ലല്ലോ, എൻ്റെയും കൂടെ കണ്ടേര്. ഇതാണ് കേട്ടോ എൻ്റെത്. ചോറ്, നെത്തോലി മീൻകറി, നെത്തോലി പൊരിച്ചത്, കപ്പ, ബീട്രൂട്ട്. Bye bye.